ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് റുമാലി റൊട്ടി ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: മൈദ. ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പാല്, നെയ്യ്, പഞ്ചസാര, ഉപ്പ്. റുമാലി റൊട്ടി ഉണ്ടാക്കാനായി 2.5 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര, നെയ്യ് എന്നിവ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചപ്പാത്തി മാവിനെല്ലാം കുഴയ്ക്കുന്നത് പോലെ പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കാം. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമ്മൾ ഈ മാവിനെ കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പം ആവശ്യത്തിനുള്ള പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കോട്ടൺ തുണി നനച്ചിട്ട് അതിന് മുകളിൽ കൂടി ഇട്ടതിന് ശേഷം ഒരു മണിക്കൂർ നമുക്കിത് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ബോളുകളായിട്ട് ഉരുട്ടിയെടുത്ത് ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതിനെ ബോളുകളാക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് റുമാലി റൊട്ടിക്ക് നല്ല നൈസായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോളിലെടുക്കാം. അത് ചെറിയൊരു ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തിയെടുക്കാം. ചെറിയൊരു വട്ടത്തിൽ പരത്തിയെടുത്ത ശേഷം അത് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ ഒരു ബോളെടുത്ത് നേരത്തെ മാവ് പരത്തിയതുപോലെ ചെറിയൊരു വട്ടത്തിൽ പരത്തിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ 2 വട്ടത്തിൽ പരത്തിയ മാവുകൾ ഒരുമിച്ച് ചേർത്താണ് നൈസായിട്ട് പരത്തിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം പരത്തിയതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം, മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ടാമത്തേതിൻ്റെയും മുകളിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കുറച്ച് മൈദയുടെ പൊടി ആഡ് ചെയ്ത ശേഷം ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വലിയ വട്ടത്തിൽ പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ നല്ലൊരു പാനിലോട്ട് എടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നെയ്യ് തടവിയ ശേഷം നമ്മുടെ റുമാലി റൊട്ടി ഇട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് രണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, വളരെ കട്ടി കുറഞ്ഞ് റുമാലി റൊട്ടി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വളരെ സോഫ്റ്റ് ആണ്. നമുക്കിത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ട്രാവൽ ടേസ്റ്റ് എഡിറ്റ് എന്ന് പറയുന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്